മരണം ഒരു തണുത്ത പുതപ്പായി വന്ന് മൂടിക്കെട്ടിയ അനുഭവമായിരുന്നു ആ വായന. നല്ല വെളിച്ചത്തിരുന്ന് വായിച്ചിട്ടും കട്ടിയുള്ള ഒരു ഇരുട്ട് വന്ന് പിന്നിൽ പതിയിരിക്കുന്നത് പോലെയായിരുന്നു. തണുത്ത് വിറയ്ക്കുന്ന കൈകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കയ്യുറയിട്ട് ഒരാൾ എഴുതിയ പുസ്തകമാണ്. 37-ാം വയസ്സിൽ ജീവിത പുസ്തകം അടച്ചുപോയ പോൾ കലാനിധിയുടെ ഗ്രന്ഥം വായിച്ച നിമിഷം മുതൽ മരണത്തിൻ്റെ വെളുത്ത ഒരു ചിറക് ശരീരത്തിൻ്റെ 2 ഭാഗങ്ങളിലായി മുളച്ചു തുടങ്ങിയ പോലെ ഒരു ജാഗ്രതയാണ്. ജീവിച്ചുകൊണ്ടുള്ള മരണമാണ് ജീവിതമെന്ന് കവിത എഴുതി 39-ാം വയസ്സിലാണ് സ്വാമി വിവേകാനന്ദൻ പോയത്. ഉച്ചയ്ക്ക് നല്ല മീൻകറിയുള്ള ചോറ് കഴിച്ച് വൈകുന്നേരം പാല് കുടിച്ച് ബേലൂർ അങ്ങാടിയിലൂടെ നടന്നു വന്ന് 6 മണിക്കൊരു ചായ കുടിച്ച് 9 മണിക്ക് വെറുതെ കിടന്നതായിരുന്നു. വലത് കയ്യിന് ചെറിയൊരു വിറയൽ വന്നു. നെറ്റിയിൽ വല്ലാത്ത വിയർപ്പും. ചെരിഞ്ഞു കിടന്ന് കുട്ടിയെപ്പോലെ കരഞ്ഞു. 9:10 ആ ഘടികാരം നിലച്ചു. ജ്യേഷ്ഠൻ്റെ മരണമേ ഞാൻ നേരിൽ കണ്ടിട്ടുള്ളൂ. കൈകൾ വിറച്ചിരുന്നു, നെറ്റി വിയർത്തിരുന്നു. കൈകൾ മെല്ലെ വിടർത്തി ഞങ്ങളെയൊന്ന് നോക്കി. സ്നേഹമുള്ള ആ കണ്ണുകൾ, ഒരുപാട് സ്നേഹമുള്ള ആ കണ്ണുകൾ അടഞ്ഞു. ഉപദേശിക്കാൻ എന്തിനാ കുറേ ആളുകൾ, മരണം പോരേ എന്ന് തിരുനബി പറഞ്ഞത് സത്യം. മയ്യത്ത് കട്ടിലിൻ്റെ പിറകെ സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ടുള്ള വണ്ടി നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ലല്ലോ. ഉണർന്നിരിക്കുന്ന കുട്ടിയെപ്പോലെ ഈ ജീവിത കാഴ്ചകൾ പൂർണ്ണ മനസ്സോടെ അനുഭവിക്കാനും ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെപ്പോലെ ഒരിളം ചിരിയാൽ ഇവിടം വിട്ടു പോകാനും നമുക്ക് കഴിയട്ടെ. ഉണർന്നിരിക്കുന്ന കുട്ടിയെപ്പോലെ ഈ ജീവിത കാഴ്ചകൾ പൂർണ്ണ മനസ്സോടെ അനുഭവിക്കാനും ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെപ്പോലെ ഒരിളം ചിരിയാൽ ഇവിടം വിട്ടു പോകാനും നമുക്ക് കഴിയട്ടെ. ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഏത് കിടക്കയും മരണക്കിടക്കയാണ്.